ചെയ്യും. ലാൽ. തീരെ പഴയൊരു വീടായിരുന്നു അത്. ഓട് കൊണ്ടുള്ള മേൽക്കൂര, അതിന് താഴെ മരം കൊണ്ടുള്ള മച്ച്, ചുറ്റും കാടുപോലെ മരങ്ങൾ. അമ്മുവിന് അത്ഭുതമായി. അവളുടെ അമ്മൂമ്മയുടെ വീടാണ്. അവൾ ആദ്യമായിട്ടാണ് അവിടേക്ക് വരുന്നത്. മുംബൈയിലാണ് അവളുടെ അച്ഛനും അമ്മയും. അമ്മൂമ്മയുടെ വീട്ടിൽ വന്നിറങ്ങുമ്പോൾ ഇതൊരു മൃഗശാല ആണോ എന്ന് ആദ്യം അവൾ അന്വേഷിച്ചു. മൃഗശാലയിലാണ് ഇത്രയും മരങ്ങൾ അവൾ കണ്ടിരുന്നത്. മരങ്ങൾ ആകെ തണുത്തിരുന്നു. താഴെ അമ്മൂമ്മയുടെ വീട്. അവൾ മരങ്ങളിനിടയിലേക്ക് കണ്ണിടച്ചു. എത്രമാത്രം കിളികളാണ് അവിടെ! ഉപ്പനും കാക്കയും കുരുവിയും തത്തയും. പിന്നെ പേരറിഞ്ഞുകൊണ്ട് സംശയം പോലെ ഇതൊരു മൃഗശാല തന്നെയെന്ന് അമ്മുവിന് തോന്നി. വീട്ടിനകം കയറിയപ്പോൾ കുളിർ തൊട്ടുപോലെ അമ്മുവിന് തോന്നി. ഇനി പനി വരാനാണ്. നെറ്റിയിലും കഴുത്തിലും കൈപ്പത്തിയിലും പുറമെ മുട്ടിച്ചു നോക്കി. അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. പനിയൊന്നുമില്ല. വീട്ടിനകത്ത് തണുപ്പ് വന്ന് മൂടിയതാണ്. ഇനി ഒരു മാസക്കാലം താൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് അത് ഓർത്തപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. എത്ര വിശാലമായ പറമ്പ്, എത്ര വിചിത്രമായ ചെടികൾ, എത്ര സുന്ദരങ്ങളായ ചിത്രശലഭങ്ങൾ. വീട്ടിൽ അമ്മൂമ്മയെ കൂടാതെ ഉണ്ടായിരുന്ന സുന്ദരി കുട്ടികളുമായി സുന്ദരി ഒരു പൂച്ചയാണ്. വഴിയിൽ ആരോ ഉപേക്ഷിച്ചിരുന്നു. അതിനെ അമ്മൂമ്മ ചന്തയിൽ നിന്നും വരും വഴി കരഞ്ഞു വിളിച്ച് പൂമയെ വന്നു. സുന്ദരി എന്ന പേര് അമ്മൂമ്മ ഇട്ടതാണ്. അമ്മൂമ്മ സാധനം വാങ്ങുന്ന സഞ്ചിയിൽ അതിനെയും എടുത്തിട്ടു. സുന്ദരി പ്രസവിച്ചിട്ട് കുറേ ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ കുഞ്ഞുങ്ങൾ അമ്മുവിൻ്റെ കാലിൽ ഉരുമ്മി നടന്നു. അമ്മു അമ്മു എന്നാണ് വിളിക്കുന്നത് തന്നെ അവൾക്ക് ചിലപ്പോൾ തോന്നുന്നു. അവളുടെ നിഴല് പോലെ പൂച്ചക്കുട്ടികളും സഞ്ചരിക്കുന്നു. മുറ്റത്തുള്ള ഒരു മുല്ല പടർന്ന് വീട്ടിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നു. അപ്പോഴും മുല്ലപ്പൂവിൻ്റെ മണമാണ് അവിടെ. അതിൽ ഒരു കുരുവി കൂട് കണ്ടെത്തിയത് അമ്മുവാണ്. പിന്നീട് കുറേ ദിവസം അവൾ അതിൻ്റെ ചുവട്ടിൽ തന്നെയായിരുന്നു. അതിനെ ശല്യപ്പെടുത്തല്ലേ അമ്മു, എങ്കിൽ അത് പിന്നീട് വരില്ല, അമ്മുമ്മ ഓർമ്മിപ്പിച്ചു. ആരെ കേൾക്കാനാ? അമ്മു അവിടെ തന്നെ കൂട്ടിനെ സുന്ദരിയുടെ കുട്ടികളും. ഒരു നാൾ ഉറക്കം വീട്ടി വരുമ്പോൾ എന്തുകൊണ്ടും മുല്ല പടർന്ന് നേരെ ശബ്ദങ്ങൾ കേൾക്കുന്നു. ജനലിൽ കയറി അമ്മ കൂട്ടിലേക്ക് എത്തി നോക്കി. ഹായ്, കുഞ്ഞുങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു അമ്മുവിന് തോന്നി. അവ കൊക്ക് പിളർത്തി. അവൾക്ക് കുറച്ച് വെള്ളം കൊടുക്കല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തള്ളക്കിളി എത്തി. അത് അമ്മുവിൻ്റെ നേരെ ദേഷ്യത്തോടെ ചെന്നു. അമ്മ പേടിച്ച് താഴെ ചാടി. പിന്നെ നിലവിളിച്ചുകൊണ്ട് ഒരോട്ടം. തള്ളക്കിളി കൊത്താൻ വരുന്നതെന്ന് അമ്മ കരുതിയത്. കുറേ ദിവസം കഴിഞ്ഞത് മൂരുമ്പോൾ ഇതാ പാറി വരുന്ന കുഞ്ഞുങ്ങൾ.
അവ സ്നേഹത്തോടെ വന്ന് അമ്മുവിൻ്റെ കൈകളിൽ ഇരുന്നു. ഒരു മാസം കഴിഞ്ഞത്. അവളെ എത്ര പെട്ടെന്നാണ് അത് കഴിഞ്ഞു പോയത്. അച്ഛനും അമ്മയും വളരെ കൊണ്ടുപോകാൻ വന്നപ്പോൾ അവൾക്ക് സങ്കടമായി കരഞ്ഞു കൊണ്ടാണ് കാൽ കയറിയത്. പൂച്ചകളും അതിന് അമ്മു അമ്മു എന്ന് വിളിച്ച് കരയുന്നു. കുരുവികൾ കാറ്റിന് ചുറ്റും പറന്ന് സങ്കടം വെച്ചു. അടുത്ത വർഷം വരാമെന്ന് അച്ഛനും അമ്മയും അവളെ സമാധാനിപ്പിച്ചു. അടുത്ത വർഷമോ അമ്മു വന്നില്ല. അതിന് വന്നത് 3 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. കുരുവികളും സുന്ദരി പൂച്ചകളും മക്കളും അവളെ കാത്തിരിപ്പ് വന്നില്ല. കുട്ടികളെ കണ്ടപ്പോൾ അവർ അന്വേഷിച്ചു. പണ്ട് കണ്ട കൊച്ചുകളല്ല ഇത്, എത്ര മാറിപ്പോയെന്നു. അവൾ പൂച്ചക്കുട്ടികളെയും കുരുവികളെയും കണ്ടതായി ഭാവിച്ചില്ല. മുറിയിൽ കയറി അവൾ കമ്പ്യൂട്ടർ തുറന്ന് അതിലേക്ക് കുനിഞ്ഞിരുന്ന് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറിയിൽ നടന്നു. സൗഹൃദമായിട്ട് സുന്ദരി പൂച്ചയുടെ മക്കൾ അവൾ കാലുകൊണ്ട് ദേഷ്യത്തോടെ തട്ടി മാറ്റി. കസേരയ്ക്ക്